PSC സഹചാരിയിലേക്ക് സ്വാഗതം. 2025 എല്ലാവരും കാത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള ഒഴിവുകളാണിത്. കാറ്റഗറി നമ്പർ 527/2024. അപ്പം ഇത് കാത്തിരിക്കാൻ കാരണം ഇതിലെ നിയമനം ഏകദേശം 100-ന് മേലെ നടക്കാറുണ്ട് എല്ലാ ജില്ലയും. ഒറ്റപ്പെട്ട 1-2 ജില്ലയിലൊക്കെ 100-ന് താഴെയായിരിക്കും. എന്നാലും അതിൽ ബാക്കിയുള്ള ജില്ലകളും 100, 200, 300 വരെ അല്ലെങ്കിൽ 400 വരെയൊക്കെ പോകാറുണ്ട് നിയമനം. ഓക്കെ, അതിൻ്റെ റാങ്ക് ലിസ്റ്റും 500-ന് മുകളിലാണ് പല ജില്ലകളിലും ഉണ്ടാവാറുള്ളത്. ചില ജില്ലകൾ മാത്രം 500-ൻ്റെ താഴെ വരാറുണ്ട്, 1-2 ജില്ലകൾ. ബാക്കിയെല്ലാം 500 മുതൽ 900 അല്ലെങ്കിൽ 1000 വരെ വരുന്ന മെയിൻ ലിസ്റ്റുള്ള റാങ്ക് ലിസ്റ്റാണ് ഇടാറുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ പേരും ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാം എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഓഗസ്റ്റ് മാസത്തിലെ PSC കലണ്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കറക്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. ഓഗസ്റ്റ് മാസത്തിലുണ്ട്, പക്ഷേ ആ കറക്റ്റ് ഡേറ്റ് ഇനി നമ്മുടെ ഈ കൺഫർമേഷൻ അവസാന തീയതിക്ക് ശേഷമായിരിക്കും അവർ അനൗൺസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി 2025 ജൂൺ 11 അതായത് ഇനിയും കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ അത് കൊടുക്കാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ കൊടുക്കുക. അവസാന ദിവസത്തേക്ക് വെച്ചിട്ടുണ്ട്, ചിലപ്പോൾ നമ്മൾ മറന്നു പോകും വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് ശേഷമായിരിക്കും, ജൂൺ 11 ശേഷമായിരിക്കും, ഓഗസ്റ്റിൽ ഏത് ദിവസമായിരിക്കും ഈ ഒരു എക്സാം ഉണ്ടാവുക എന്നുള്ളത് PSC അറിയിക്കുക. പിന്നെ എല്ലാവർക്കും ഒരു സംശയം, ഈ ഒരു എക്സാം ജില്ലാതലത്തിലാണോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലാണോ എന്നുള്ളതാണ്. ഇത് ജില്ലാതലത്തിലുള്ള എക്സാമാണ്. 14 ജില്ലയ്ക്കും 14 റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഈ 14 ജില്ലകളിലും എക്സാം ഒരു ദിവസമാണ് നടക്കാറുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷ 2021 നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഡിസംബർ 12 ആ ഒരു ദിവസമായിരുന്നു 14 ജില്ലയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വർഷവും നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം, ഒരു ദിവസമായിരിക്കും 14 ജില്ലകളുടെയും എക്സാം ഉണ്ടാവുക. പിന്നെ ഇത് 3 വർഷത്തെ ലിസ്റ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റ് 2023 വന്നത്. അത് 2026 വരെ ഉണ്ടാവും, 3 വർഷം. ഓക്കെ, അടുത്ത വർഷത്തിലാണ് ഇപ്പോഴുള്ള ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്നത്. ഇനി ഇതിലേക്കുള്ള ഒഴിവുകൾ മറ്റൊരു ആശങ്കയാണ്, എത്ര ഉണ്ടാവും എന്നുള്ളത് പലർക്കും. ഓക്കെ, അപ്പോൾ ഈ 14 ജില്ലേൻ്റെ ഒഴിവുകൾ ഇപ്പം നിലവിൽ ഈ നോട്ടിഫിക്കേഷൻ ഇറക്കിയ സമയത്തും അതുപോലെ ഇപ്പം നമ്മുടെ PSCൻ്റെ സൈറ്റിൽ പോയി ഒഴിവുകളുടെ സെക്ഷനിൽ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലും ഒഴിവുകളുടെ എണ്ണമൊന്നും അവർ ഇതുവരെ കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പ്രതീക്ഷിത ഒഴിവുകളാണുള്ളത്. ഇനി സിലബസ്. ഓക്കെ, സിലബസിൽ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പലരും പഴയ സിലബസുകളൊക്കെ വെച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. പക്ഷേ പഴയ സിലബസിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, 2023 വന്ന ലിസ്റ്റ് ഉള്ള ആൾക്കാർ ഉപയോഗിച്ച സിലബസ് അല്ല ഇത്തവണ. പ്രധാന മാറ്റം എന്ന് പറയുന്നത് എന്താണ്, സ്പെഷ്യൽ ടോപ്പിക്ക് ഒഴിവാക്കി. ഓക്കെ, സിവിൽ സപ്ലൈസ് ആണല്ലോ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള 20 മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ. ഇത്തവണ അതില്ല. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു LDC ലെവൽ അല്ലെങ്കിൽ 10th മെയിൻസ് ലെവലുള്ള സിലബസാണ് ഈ ഒരു അസിസ്റ്റൻറ്റ് സെയിൽസ്മാനും ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസൊക്കെ ആ ഒരു ലെവലിലുള്ള അല്ലെങ്കിൽ LDC അല്ലെങ്കിൽ 10th ലെവൽ മെയിൻസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇനി കുറേ ആൾക്കാർ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ തപ്പി നടക്കുന്നുണ്ട്. അത് തന്നെ വേണമെന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ബാക്കി എല്ലാ 10th ലെവൽ മെയിൻസ് എക്സാമിൻ്റെ പേപ്പറുകളും LDC ലെവൽ പേപ്പറുകളൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഒക്കെ ഒരുപോലെയാണ്. ഇനി പഴയ സിലബസിൻ്റെ ഒരു കാര്യം നമുക്ക് നോക്കാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 20 സ്പെഷ്യൽ ടോപ്പിക്കിന് 20 മാർക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ ആനുകാലികത്തിന് 10 മാർക്കും ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വന്ന മാറ്റം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ 20 മാർക്കിൽ 10 മാർക്ക് ആനുകാലികത്തിലേക്ക് ഇട്ട്, അതായത് ആനുകാലിക വിഷയങ്ങൾ 20 മാർക്കാക്കി. ഓക്കെ, പിന്നെ ബാക്കി 10 മാർക്ക് എന്തായി, ഈ GK പാർട്ടിനെല്ലാം കൂടി വിഭജിച്ച് കൊടുത്ത് ബാക്കി 10 മാർക്ക്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വിഷയങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും നമുക്കറിയാം മലയാളമാണ്. ഇത് പുതിയ ആൾക്കാർക്ക് വേണ്ടി കൂടി പറയുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. കാരണം മലയാളമാണ് നമുക്ക് കൂടുതൽ പരിചയമുള്ളൊരു ഭാഷ. അതിൻ്റെ കുറച്ച് ഗ്രാമറുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാണ്ട് യൂട്യൂബോ അല്ലെങ്കിൽ ടെലഗ്രാമിലെ
PDF ഫയലുകളൊക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ റാങ്ക് ഫയലോ നോക്കി പഠിക്കുക. ഓക്കെ, മലയാളം നമുക്ക് കുറേയൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് വരിക, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ മാത്സ് പിന്നെയും കുറച്ചും കൂടി നമുക്ക് ഒരു ഫോർമുലയും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരേ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ആയിരിക്കും വരിക. ഓക്കെ, ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ രീതി മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതേ ടൈപ്പ് തന്നെയാണ് വരിക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് സ്കോർ ചെയ്യാൻ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GK എന്നൊക്കെ പറയുന്നത് എന്താണ്, വളരെ വലിയൊരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മാത്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി എളുപ്പമായിട്ട് നിങ്ങൾ കാണണം GK ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ മാത്സ് മലയാളം നിങ്ങൾക്ക് പെട്ടെന്ന് 10ൽ നല്ലൊരു മാർക്ക് വാങ്ങാൻ പറ്റും പഠിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇംഗ്ലീഷും അതുപോലെ തന്നെ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷും അത്യാവശ്യം പഠിക്കുക. അതൊക്കെ അധികം പ്രീവിയസ് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെയായിരിക്കും, അതേ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും റിപ്പീറ്റ് ചെയ്യുക, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്. ഈ ആനുകാലിക വിഷയം 20 എന്നൊക്കെ പറയും, പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു മാർക്ക് എന്താണ് PSC ഫോളോ ചെയ്യണമെന്നില്ല. ഓക്കെ, ആനുകാലികം ചിലപ്പം 10 ആവാം, ചിലപ്പം 13 ആവാം. ഓക്കെ, 13 മാർക്കിനാവാം, 10 മാർക്കിനാവാം. അപ്പോൾ നമുക്ക് ഒന്നും നമുക്ക് എന്താണ് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ആനുകാലികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കുക. ഓക്കെ, എന്തായാലും 10ന് മേലെ മാർക്കുകൾ ഉണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, അല്ലെങ്കിൽ 20 മാർക്കോളം ചോദിക്കും നമുക്ക് വിശ്വസിക്കാം. പിന്നെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, സയൻസാണ് വലിയൊരു മാർക്കുള്ളത്, 6ഉം പിന്നെ 3+3 അല്ലേ, ഭൗതികശാസ്ത്രവും രസതന്ത്രവും. ടോട്ടൽ 12 മാർക്ക് സയൻസിൻ്റെ അകത്തു നിന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ സയൻസിൻ്റെ SCERT എന്തായാലും പഠിക്കുക. 5 മുതൽ 10 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ച് പഠിക്കുക. ടെലഗ്രാമിലൊക്കെ അതിൻ്റെ ക്വിസുകളൊക്കെ ഉണ്ട്, പല ഗ്രൂപ്പുകളും. അപ്പോൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചോദ്യങ്ങൾ പഠിക്കാൻ പറ്റും. കാരണം PSC അധികം SCERT ഭാഗങ്ങളിലാണ് ഇത് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ സ്റ്റാർട്ടിങ്ങിലുള്ളവരൊക്കെ പ്രാധാന്യം കൊടുക്കുക. ബാക്കിയുള്ളതൊക്കെ പ്രാധാന്യമുള്ളത് തന്നെയാണ്, പക്ഷേ ഇതിനൊക്കെ മാർക്ക് കൂടുതലുള്ളത് കൊണ്ട് ഇതിന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കുക. പക്ഷെ അതിനർത്ഥം ബാക്കിയുള്ളതൊക്കെ വിടണം എന്നല്ല. ഒരു ടോപ്പിക്ക് പോലും നിങ്ങൾ വിടരുത്, എല്ലാ ടോപ്പിക്കും നിങ്ങൾ പഠിക്കണം. കാരണം ചില ടോപ്പിക്ക് ആ ഒരു എക്സാമിന് ടഫായി മാറും. അപ്പോൾ നമ്മൾ എല്ലാ ടോപ്പിക്കും പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് എളുപ്പമുള്ള വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. ഒന്നിനെയും ലളിതമായിട്ട് കാണരുത്, അല്ലെങ്കിൽ നമുക്ക് ടഫായിട്ട് തോന്നുന്ന സബ്ജക്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി എല്ലാ സബ്ജക്റ്റും പഠിക്കാമെന്നൊക്കെ വിചാരിച്ച് പോകുന്നവരുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഓക്കെ, ഇനി അടുത്തത് പഴയ റാങ്ക് ലിസ്റ്റിൻ്റെ നിയമനം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ 2018 ലിസ്റ്റ് വന്നിരുന്നു. ഓക്കെ, 2018 മുതൽ 2021 വരെ 3 വർഷം ഉണ്ടായിരുന്നു ആ ലിസ്റ്റ്. അപ്പോൾ അതിൽ ഏറ്റവും കുറവ് നിയമനം കിട്ടിയ ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടിയ നിയമനം കിട്ടിയ ജില്ലയിലേക്ക് ഉള്ള ആ ഒരു ഓർഡറിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് 2018. ഓക്കെ, അപ്പോൾ വയനാട്ടിൽ 76 നിയമനമാണ് നടന്നിട്ടുള്ളത് 2018 ലിസ്റ്റിൽ. ഓക്കെ, അപ്പം 2023 വന്ന ലിസ്റ്റിലെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, 2026 വരെ ഉണ്ട്. അപ്പോൾ അത് എപ്പോൾ വേണമെങ്കിലും കൂടാം അല്ലേ. ഇപ്പോൾ 51 ആണെന്ന് വെച്ചിട്ട് ഇനിയും സമയമുണ്ട്, 2026 വരെ സമയമുണ്ട്. അപ്പം ഇപ്പോൾ 2025 ആയിട്ടുള്ളൂ, അപ്പോൾ ഇനിയും മാസങ്ങളുണ്ട്. അപ്പം അത് ഇനിയും കൂടാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ 76, 51 ഏകദേശം ഒരേ റേഞ്ചിലാണ് ഉള്ളത് അല്ലേ. ഞാൻ ഓരോ ജില്ലയും ഇതുപോലെ എടുത്ത് പറയുന്നില്ല, കാരണം നമ്മൾ സമയമെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ജില്ലകളാണോ അറിയേണ്ടത് നിങ്ങൾ നോക്കുക, താരതമ്യം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതലല്ലേ 300-ന് മേലെ വരെ പോയിട്ടുള്ളത് കൊല്ലം, തിരുവനന്തപുരം, എറണാകുളമാണ്. ആ ഒരു ഫാക്റ്റ് നോക്കുക. അപ്പോൾ നിലവിൽ ആക്റ്റീവായിട്ട് 2023 ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്താണ് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഏറ്റവും കൂടുതൽ 2018 നിയമനം നടന്നത് എവിടെയാണ്? എറണാകുളത്താണ്, 343. പക്ഷേ ഇപ്പോൾ നിലവിലെ ലിസ്റ്റിൽ അത് കുറച്ച് പിറകോട്ടാണ്, 177. നമുക്ക് ഇനിയും കൂടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ കണ്ടില്ലേ, അപ്പം കഴിഞ്ഞ വർഷത്തെ നിയമനമായിട്ട് തൊട്ടടുത്ത വർഷത്തെ നിയമനത്തിന് ഒരു ബന്ധമില്ല. ഓക്കെ, ചിലത് കൂടിയെന്ന് വരാം, കുറഞ്ഞെന്ന് വരാം. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കണക്ക് കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ കൊല്ലത്തെ കണക്ക് നോക്കിയിട്ട് അയ്യോ എന്നാൽ പിന്നെ ആ ജില്ല കൊടുക്കണ്ട എന്നൊക്കെ വിചാരിച്ചിരിക്കും. പക്ഷേ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഏറ്റവും ടോപ്പിൽ എറണാകുളം, തിരുവനന്തപുരം, കൊല്ലം അല്ലെങ്കിൽ മലപ്പുറം, കോഴിക്കോട് ഈ ഒരു 5 ജില്ലകളൊക്കെ ആയിരിക്കും അധികം ഉണ്ടാവുക. പിറകിലാണെങ്കിൽ വയനാട്, പത്തനംതിട്ട, കാസർഗോഡ്, ഇടുക്കി ഈ ജില്ലകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് ഈ വരാൻ പോകുന്ന പരീക്ഷയുടെ അപേക്ഷകരുടെ എണ്ണം ഓരോ ജില്ലയിൽ എത്ര ഉണ്ടെന്ന് നോക്കാം. അതായത് ഓരോ ജില്ലയിൽ എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ടെന്ന് ഏകദേശം നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ നമ്പർ ഞാൻ എടുത്ത് വായിക്കുന്നില്ല, എന്നാൽ ഏകദേശം ഒരു താരതമ്യം നമുക്ക് ചെയ്യുമ്പോൾ തിരുവനന്തപുരമാണ് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ള ജില്ല. അത് ഏത് പോസ്റ്റായാലും നമുക്കറിയാം.
അപ്പം അതിൻ്റെ കൂടെ കോഴിക്കോട് മുന്നോട്ട് കയറി വന്നിട്ടുണ്ട്, കൊല്ലമുണ്ട് തൊട്ടുപിറകിൽ. പിന്നെ മലപ്പുറം, എറണാകുളമൊക്കെ അത്യാവശ്യം കോമ്പറ്റീഷനുള്ള ജില്ലകളാണ്. അതിൽ ഒരു പാലക്കാടാണ് നമ്മൾ പ്രതീക്ഷിക്കാതെ ഇപ്പോൾ അത്യാവശ്യം മേലോട്ട് കയറി വന്നിട്ടുള്ളത്. 49,000 പേരോളം വന്നിട്ടുണ്ട്. ഈ കൺഫർമേഷൻ കൊടുക്കാനുള്ളൊരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റിന് മുന്നേ കൺഫർമേഷൻ കൊടുത്തവർ മാത്രമേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അപ്പം ഈ കാണുന്ന കണക്ക് നിങ്ങൾ കണ്ട് പേടിക്കേണ്ട. ഇതിലും കുറവ് ആൾക്കാരായിരിക്കും പരീക്ഷ എഴുതുക. അതായത് ചിലപ്പോൾ ഒരു 10,000 പേരൊക്കെ ചിലപ്പം കൺഫർമേഷൻ കൊടുക്കാൻ മറന്നു പോകും. ഓക്കെ, അപ്പം ഇത് സംഭവിക്കും. അപ്പോൾ അത് ഇത്രത്തോളം ആൾക്കാർ കുറയും പരീക്ഷയിൽ. അപ്പോൾ കാരണം കുറേ പേരൊക്കെ ചുമ്മാ കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും നിങ്ങൾ വിചാരിക്കരുത് ഈ കൊടുക്കുന്ന എല്ലാവരും സീരിയസ് ആയിട്ട് PSC എഴുതുന്നവരാണെന്നുള്ളത്. ചിലപ്പോൾ ഒരു 10,000 പേരൊക്കെ ഉണ്ടാവുമായിരിക്കും ഓരോ ജില്ലയിലും സീരിയസ് ആയിട്ട് നോക്കുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ ആ ഒരു 10,000 ആൾക്കാരിൽ കയറിയിട്ട് വേണം ആദ്യത്തെ 100-ൽ എത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക, നിങ്ങളെ കൊണ്ട് പറ്റും. നമ്മൾ ഈ ഒരു വലിയ സംഖ്യ കണ്ട് പേടിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം ഡൗട്ട് അടിച്ചിട്ട് പിറകോട്ട് മാറി നിൽക്കരുത്. നിങ്ങൾ ശ്രമിക്കുക, പിന്നെ റിസൾട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കോളും. ഓക്കെ, അപ്പോൾ ഏറ്റവും കുറവുള്ളത് നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുള്ള ജില്ലകളൊക്കെ തന്നെയാണ്. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കാസർഗോഡാണ് ഏറ്റവും കുറവുള്ളത്. ഇനി അടുത്തത് പഴയ റാങ്ക് ലിസ്റ്റ്, അതായത് 2023 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് 105/2020 ആണ് അതിൻ്റെ കാറ്റഗറി നമ്പർ. അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ ഓരോ ജില്ലയിലും എത്ര പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നുള്ള കണക്കാണ് ആദ്യത്തെ കുളത്തിലുള്ളത്. രണ്ടാമത്തെ കുളത്തിൽ അവിടുത്തെ കട്ട് ഓഫ് ആണ്. നിങ്ങൾ ഏത് ജില്ലയാണോ എന്നുള്ളത് അതൊന്ന് നോക്കി മനസ്സിലാക്കുക, നിങ്ങൾ കൊടുത്തത് ഏതാണോ എന്നുള്ളത്. അല്ല നിങ്ങൾക്ക് ഏതൊക്കെ ജില്ലകളാണ് എന്ന് താരതമ്യം ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ തന്നെ നോക്കി മനസ്സിലാക്കുക. ഞാൻ ഓരോന്ന് വായിച്ച് സമയം കളയുന്നില്ല, നമ്മൾ പോസ് ചെയ്തിട്ട് നോക്കുക. നമ്മളിതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഏറ്റവും കൂടുതൽ പേര് ഉൾപ്പെട്ടത് കൊല്ലം, തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, മലപ്പുറം. അതെന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? കാരണം എന്താണ്, 2018 ഏറ്റവും കൂടുതൽ നിയമനം നടന്നിട്ടുള്ള ജില്ലകളാണത്. മലപ്പുറം, കോഴിക്കോട്, കൊല്ലം, തിരുവനന്തപുരം, എറണാകുളം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ പേരെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ക് പോകുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അതേപോലെ തന്നെയാണ് ഈ ഒരു ഏറ്റവും കുറവുള്ള ജില്ലകൾ അല്ലേ? ഇടുക്കി, കാസർഗോഡ്, പത്തനംതിട്ട, വയനാട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പിറകിൽ 2018 നിയമനം നടന്ന ഈ ജില്ലകളായിരുന്നു. അതുകൊണ്ട് തന്നെ 2023 റാങ്ക് ലിസ്റ്റിൽ കുറച്ച് പേരെ എടുത്തിട്ടുള്ളൂ മെയിൻ ലിസ്റ്റിൽ. ഓക്കെ, അതാണ് കാരണം. അപ്പം നമ്മുടെ ഈ ഒരു 2026 വരാൻ പോണ പുതിയ ലിസ്റ്റും എന്തിനെ അടിസ്ഥാനമാക്കിയായിരിക്കും? ഈ 2026 തീരാൻ പോണ ലിസ്റ്റിൻ്റെ ഓരോ ജില്ലയിൽ എത്ര പേർക്ക് നിയമനം കിട്ടി എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. ഓക്കെ, ഏത് ജില്ലയിലാണോ കൂടുതൽ നിയമനം നടന്നത് ആ ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ കൂടുതൽ പേരെ നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ ഏത് ജില്ലയിലാണോ നിയമനം 2026 അവസാനിക്കുമ്പോൾ ഏറ്റവും കുറവുണ്ടായിരുന്നത് ആ ജില്ലയിൽ റാങ്ക് ലിസ്റ്റ് 2026 പുതിയത് വരുമ്പം അവിടെ ആൾക്കാർ കുറച്ച് കുറവായിരിക്കും എന്നുള്ളതും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഇനി കട്ട് ഓഫ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒക്കെ ഒരു 60 റേഞ്ചാണ് അല്ലേ? 60, 57 ഒരു ജില്ലയിലുള്ളൂ, ബാക്കിയൊക്കെ 60-നും 70-നും ഇടയിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയും ഒരു കുറവ് വരാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറഞ്ഞാൽ 20 മാർക്കിൻ്റെതുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും കിട്ടിക്കോളണമെന്നില്ല. ഓക്കെ, അത് നമുക്ക് അധികം പൊതുവെ പരിചയമില്ലാത്തൊരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഇത്രയും മാർക്ക് കുറഞ്ഞത്. പക്ഷെ ഇത്തവണ അങ്ങനെ സ്പെഷ്യൽ ടോപ്പിക് ഇല്ല. അപ്പം എല്ലാവരും പഠിക്കുന്ന ജനറൽ ടോപ്പിക്സ് ആണുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു എല്ലാവരുടെയും സ്കോറൊക്കെ നല്ല അത്യാവശ്യം മേലോട്ട് കയറാൻ ചാൻസ് ഉണ്ട്. എന്തായാലും 70-80 അടുത്തൊക്കെ ആൾക്കാർ സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് പക്ഷേ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യത്തെ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്തിട്ടത്, ഈ ഒരു ടേബിളിൽ ഈ ഒരു പോയിൻ്റ് എടുത്തിട്ടത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു പരീക്ഷയ്ക്ക് 60 ആണ്. അപ്പോൾ ഇത്തവണയും 60-ൻ്റെ റേഞ്ചിലായിരിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അതിന് കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ് വ്യത്യാസമുണ്ട്, പിന്നെ പരീക്ഷേൻ്റെ ടഫ്നെസ് വ്യത്യാസം ഉണ്ടാവും, പിന്നെ ആ ഒഴിവുകളുടെ എണ്ണത്തിനനുസരിച്ചായിരിക്കും ആൾക്കാർ എണ്ണം എടുക്കുക അല്ലേ? എത്ര പേര് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെന്ന് തീരുമാനിക്കുക എത്ര ഒഴിവുകളുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് അല്ലേ? അല്ലെങ്കിൽ കഴിഞ്ഞ മുന്നത്തെ വർഷം എത്ര പേർക്ക് നിയമനം കൊടുത്തു എന്നുള്ളതിനെ ഫാക്റ്റിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. ഒക്കെ ഇത്രയും കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് കട്ട് ഓഫ് തീരുമാനിക്കുന്നത്. അപ്പം അതേ കട്ട് ഓഫ് ഈ വർഷത്തെ പുതിയ ലിസ്റ്റിൽ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾ മാറ്റണം. ഇത്തവണത്തെ കട്ട് ഓഫ് തീരുമാനിക്കുക എന്തൊക്കെയാണ്? ഈ 2026 റാങ്ക് ലിസ്റ്റ് അവസാനിക്കുമ്പോൾ ഓരോ ജില്ലയിലും എത്ര പേര് നിയമനം നടന്നു, അപ്പോൾ ആ ഒരു കണക്കനുസരിച്ചിട്ടായിരിക്കും കട്ട് ഓഫ് തീരുമാനിക്കുക. പിന്നെ പരീക്ഷേൻ്റെ ചോദ്യപേപ്പറിൻ്റെ ടഫ്നെസ് അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ
ഒരു ഘടകം, കട്ട് ഓഫ് തീരുമാനിക്കുന്ന ഒരു ഘടകം. എത്ര കുട്ടികളെ ആ ഒരു കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഇതിനെ അടിസ്ഥാനമാക്കും. അപ്പം നമ്മൾ ഈ ഒരു ഘടകങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ചുമ്മാ റാങ്ക് ലിസ്റ്റിൽ കയറുക എന്നുള്ളത് കൊണ്ടല്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മൾ റാങ്ക് ലിസ്റ്റിലുണ്ട് പറയുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾ ജോലി നേടുക എന്നുള്ളതാണ്. റാങ്ക് ലിസ്റ്റിൽ വന്നുകൊണ്ട് നമുക്കറിയാം ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം അനുസരിച്ചിട്ട് എല്ലാവർക്കും, നിലവിൽ എന്നല്ല മുമ്പും അങ്ങനെ തന്നെയാണ്, റാങ്ക് ലിസ്റ്റിൽ വന്നാൽ എല്ലാവർക്കും ജോലി കിട്ടില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും മുന്നിൽ റാങ്കിലേക്ക് വരാൻ നോക്കണം, അല്ലേ? ആദ്യത്തെ ഒരു 100 അല്ലെങ്കിൽ 200, ഏറ്റവും ബെസ്റ്റ് 100-ൻ്റെ ഉള്ളിൽ വരിക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ 100-ൻ്റെ ഉള്ളിൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ആദ്യത്തെ 10 റാങ്കിൻ്റെ ഉള്ളിൽ വരാനുള്ള രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ നമ്മളൊരു 100-ൻ്റെ ഉള്ളിലൊക്കെ വരാൻ സാധ്യതയുള്ളൂ. കാരണം ആ ഒരു സമയത്ത് പരീക്ഷ എഴുതുന്ന ആ ഒരു ടൈമിൽ ഉള്ള നമ്മുടെ മെൻ്റൽ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും ആ ഒരു ദിവസത്തെ നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചാണ് നമ്മൾ റാങ്ക് ലിസ്റ്റ് വരിക. നമ്മൾ ഒരു കൊല്ലം പഠിച്ചെന്നോ അല്ലെങ്കിൽ 6 മാസം ഇരുന്ന് പഠിച്ചെന്നോ ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ചെന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു ദിവസത്തെ നമ്മുടെ ഭാഗ്യവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ തോട്ട് പ്രോസസ്സൊക്കെ എങ്ങനെയാണോ ആ ഒരു ദിവസം ഉള്ളത് അതിനനുസരിച്ചിട്ടിരിക്കും നമ്മുടെ റാങ്ക്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ 100 കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ലെവലിൽ പഠിച്ചാൽ മതി എന്ന് വിചാരിക്കരുത്. ഓക്കെ, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ കയറിയ ഒരു 1000-ൻ്റെ ഉള്ളിൽ വന്നാൽ മതി എന്ന് വിചാരിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ 1000-ൻ്റെ പുറത്തായി പോകും. ഓക്കെ, അപ്പോൾ 100 വിചാരിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു 500-ൻ്റെ ഉള്ളിലെങ്കിലും പെടും. അപ്പോൾ നിങ്ങളൊരു ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ 10 റാങ്കിനുള്ളിൽ വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ യൂട്യൂബിലെ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള 2025 റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ വീഡിയോസ് കാണണം. പഴയ വീഡിയോസ് അല്ല, 2025 ആൾക്കാരല്ല, 2024 റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ വീഡിയോസ് കാണണം. എന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവുക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പരീക്ഷയുടെ സോഴ്സുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അവർ ഏതൊക്കെ പുതിയ മെത്തേഡുകളാണ്, അല്ലെങ്കിൽ പുതിയ സോഴ്സുകളാണ്, അല്ലെങ്കിൽ ഏതൊക്കെ മീഡിയംസ്, ടെലഗ്രാം, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, PDF, അങ്ങനെ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, അങ്ങനെ എന്തൊക്കെ സോഴ്സുകളാണ് അവർ ഉപയോഗിച്ചതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ പുതിയ പരീക്ഷാ രീതികൾ നേരിടാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ 2020 മുന്നുള്ള ഒരാളെ റാങ്ക് ഹോൾഡറെ ഒരു പഠന രീതി വെച്ച് നിങ്ങൾ ഈ ഒരു 2025 എഴുതാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ നല്ല റാങ്ക് കിട്ടി നേടാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 2025 24 റാങ്ക് ഹോൾഡേഴ്സിൻ്റെ അനുഭവങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. നേരിട്ട് കാണാൻ പറ്റും വേണം, നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇതുപോലത്തെ യൂട്യൂബ് വീഡിയോസ് പല ആൾക്കാരത് കാണുക, എന്നിട്ട് അവരുടെ പൊതുവായിട്ടുള്ള അവർ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതികൾ നിങ്ങൾ തന്നെ പ്രാക്ടീസിലൂടെ കണ്ടുപിടിക്കുക. അതിന് കൂടുതൽ സമയം കണ്ടെത്തുക. ഇനി പറയാനുള്ളത് ഈ ഒരു സിലബസിൻ്റെ ലിങ്ക്. ഓക്കെ, സിലബസ് ഞാൻ മെയിൻ ടോപ്പിക് സബ്ജക്റ്റിൻ്റെ പേരുകൾ മാത്രമേ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളൂ. ആ സബ്ജക്റ്റിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ടോപ്പിക്കുകളുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ ഒരു ഇതിൻ്റെ ലിങ്ക്, ഓക്കെ, PSCൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ സിലബസ് കിട്ടും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് നിങ്ങളെ കയ്യിൽ വെക്കണം. എന്നിട്ട് ഓരോ ടോപ്പിക്ക് പഠിച്ച് കഴിയുമ്പോഴും അതിൽ ടിക്ക് ഇടുക. അങ്ങനെ തീർത്ത് പോവുക. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റിലൂടെ ചോദിക്കുക. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പരീക്ഷയിൽ നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റട്ടെ. ഇനിയും സമയമുണ്ട് അല്ലേ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 2.5 മാസത്തോളം അല്ലെങ്കിൽ 3 മാസത്തോളം സമയമുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.